ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുള്ളത് വയനാട്ടിൽ തന്നെയാണ്. ഞങ്ങൾ ആദ്യം ഒരു അടിപൊളി സ്പോട്ടിലേക്ക് പോയതാണ്. സംഭവം നൈസായിട്ട് പാളി. നമ്മൾ റീൽസിലൊക്കെ കണ്ടു ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ഇപ്പോഴാണ് പോകുന്നത്. ഇൻ്റർലോക്കൊക്കെ ഇട്ട ഒരു അടിപൊളി വഴിയാണ്. ഞാൻ ജസ്റ്റ് സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കയറി. പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഈ റീൽസൊക്കെ ഇട്ട് വൈറലായത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ അങ്ങോട്ട് ചെന്നിട്ട് ഇതേപോലെ ആൾക്കാർ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ അങ്ങനെ വിടുന്നില്ല, പുറത്തുനിന്നുള്ള വേറെ വണ്ടിയൊന്നും അവർ വിടുന്നില്ല ഫോറസ്റ്റുകാർ. കറക്റ്റ് ഞങ്ങൾ ഫോറസ്റ്റുകാരുടെ ഇടയിൽ പെട്ട് അവർ വണ്ടി നല്ല തിരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നൈസിന് തിരിച്ചു പോന്ന്. ഞങ്ങൾ കാറിലിപ്പോൾ ഞാൻ ഫ്രണ്ട്, പിന്നെ റൂബി ഉണ്ട്, പിന്നെ രണ്ടുപേര് ഫ്രണ്ടിലാട്ടോ, സ്കൂട്ടിയിലാണ്. ആള് കുറവാണ്, അതുകൊണ്ട് വേറെ കാർ എടുത്തില്ല, ഒരു സ്കൂട്ടി എടുത്തിങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെയാണല്ലോ. ഞങ്ങൾ അതിൽ കൂടെ ചെറിയതായിട്ട് കറങ്ങി. പുൽപ്പള്ളി ആയിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തായാലും വീഡിയോ. അവിടുന്ന് മെല്ലെ കറങ്ങി ഇപ്പോൾ ഞങ്ങൾ കുറുവാദ്വീപിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇനിയിപ്പോൾ നല്ല ഒരു ചായ കുടിച്ചിങ്ങനെ പോകണം. നമുക്ക് ഒരു ചായക്കട ഉണ്ട്, ഒരു അടിപൊളി ആംബിയൻസുള്ള ഒരു ചായക്കട ഉണ്ട്, സുഖുവേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ. അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചായ കുടിച്ചിട്ട് നൈസായിട്ട് സ്കൂട്ടാകാം. സംഭവം പ്ലാൻ ചെയ്തൊക്കെ പോയത്. അത് അടിപൊളി സ്ഥലമായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തിയില്ല. മൊത്തം അടിപൊളി സ്ഥലമാണ്, എങ്ങനെ പോവാനും. അവിടെ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ, മടപ്പറമ്പ് എന്നാണ് ഇവിടെ പറയുക. റോഡൊക്കെ ഒരു രക്ഷയില്ല. സംഭവം നമ്മൾ നല്ല പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് കയറിയത്. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ടെമ്പിള് വരുന്നുണ്ട്, പിന്നെ ഒരു ട്രീ കേവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രീൻ്റെ ഉള്ളിൽ പൊത്തായിട്ടൊരു ട്രീ ഒക്കെ ഉണ്ട്. അത് ഗൂഗിളിലൊക്കെ അടിച്ചാലും നമുക്ക് അടിച്ച് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്ത്, അതായത് പോയി നോക്കുകയാണെങ്കിൽ നോക്കി നോക്ക്. ഫൈനൊന്നും ഇടൂല എന്തായാലും കോസ്റ്റുകാർ. ഞങ്ങൾക്ക് പറ്റിയെന്താ വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഞങ്ങളെ റിട്ടേൺ അയച്ചത്. അവർ കണ്ടാൽ അവർ കയറ്റൂല, അങ്ങനെ കാണാൻ വന്നാന്ന് പറഞ്ഞാൽ. ലെക്ക് പോലെ ഇരിക്കും. ഇപ്പോൾ ആൾക്കാർ കൂടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർ വിടാൻ ചാൻസ് കുറവാണ്. സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ ഇതിൽ കൂടെ പോകാനൊക്കെ അടിപൊളിയാണ്. നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്, സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോളനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ് സാധാരണ, പക്ഷെ അവർ കണ്ടേ കൊണ്ട് നമുക്ക് അങ്ങോട്ട് വിട്ടില്ല അവർ. അവിടെ ലോക്കൽസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെയുള്ള ആൾക്കാർ മൊത്തം അവിടെ പശു പോത്തിനൊക്കെ തീറ്റി അവരെ പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ വണ്ടി നിർത്തിയൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കിട്ടും. അടിപൊളിയാണ് എന്തായാലും, ഒരു രക്ഷയില്ല. റൂബി എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള ജസ്റ്റ് നിങ്ങൾ കണ്ടു കേട്ടോ. ഇതാണ് അവളെ ഫേവറേറ്റ്. ക്ലാസ് ഇങ്ങനെ കുറച്ച് തുറന്നു കൊടുത്താലും ഒരു രക്ഷയില്ല. ഫുള്ള് തുറക്കാത്തതാണ് കേട്ടോ, കാരണം ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. അവൾ മാക്സിമം കയറിയാണ് നിൽക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. അതിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാനാണ് കൂടുതലും ഇഷ്ടം. പക്ഷെ ഞാൻ എപ്പോഴും തുറന്നു കൊടുക്കലുമില്ല. ഇതിപ്പോൾ കുറുവാദ്വീപ് പോകുന്ന റൂട്ടാട്ടോ. ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകുന്നതാണ്. ഫോറസ്റ്റ് പോലെ തന്നെയാണ്, ഫോറസ്റ്റ് തന്നെയാണ്. വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. റൂബീൻ്റെ പണി അതാട്ടോ, ആ സൈഡിൽ കൂടെ കാണിക്കുക. റൂബീൻ്റെ പണി ഇപ്പോൾ ഇതാണ്. ഗ്ലാസ് തുറന്നിട്ട് കൊടുക്കുന്നത് കൊണ്ടേ അവിടെ കയറി ഇങ്ങനെ നിൽക്കലാണ് പരിപാടി. ഇടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് നോക്കും എന്തെങ്കിലുമൊക്കെ തരാനുണ്ടോ, ഞങ്ങളെന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ വന്ന് ഇവിടെ നിന്ന് കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ ബേക്കിൽ പോയി ഇങ്ങനെ നിൽക്കും. അവിടെ എൻ്റെ ആ റെയിനിൻ്റെ മറ്റേ ഫ്ലാപ്പ് വരുന്നുണ്ടല്ലോ നമ്മളെ ഡോറിൻ്റെ മേലെ, അത് അവള് തുറന്നു കൊടുത്തിട്ട് കറക്റ്റ് പൊട്ടിച്ചവള്. അതായത് പെട്ടെന്ന് ഉള്ളിലേക്ക് വലിഞ്ഞതാ, തല അതിൽ കുടുങ്ങിയിട്ട് 2 കഷ്ണം അവൾ പൊട്ടി. ഇതൊക്കെ റൂട്ട് നോക്കി അമ്മമാരെ അടിപൊളിയാണ്. കാണിച്ചു കൊടുക്കാം, നൈസാട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ റൈഡായിട്ട് വരാനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. റൂബിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാൻ. മറ്റേ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമായിരുന്നെങ്കിൽ വേറെ ലെവലായി.
പക്ഷെ നമ്മളെ ഗതികേട് ഞങ്ങൾ കുറേ ആയി വരണമെന്ന് വിചാരിക്കുന്നത്. അടുത്ത് തന്നെ ആയതുകൊണ്ട് മെല്ലെ ചവിട്ടി വെച്ചതാണ്. ഇപ്പോൾ ആണെങ്കിൽ വേറെ വണ്ടികളും കയറ്റുന്നില്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നമ്മളിങ്ങനെ സ്ലോ ആക്കി കേട്ടോ. നല്ല അടിപൊളി കുറേ വയലും പിന്നെ അതിൻ്റെ കുറച്ചപ്പുറം ഒരു ഫാം പോലെ എന്തോ കണ്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി നോക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ആ റൂട്ടിൽ കൂടി ഇങ്ങനെ പോയതാണ്. എന്ത് ഫാമാണെന്നുള്ള കറക്റ്റ് മനസ്സിലാവുന്നില്ല, അടുത്ത് നിന്നാലേ അറിയുള്ളൂ. സ്ഥലം അടിപൊളി, ഒരു രക്ഷയില്ല. വയലും നല്ല റോഡൊക്കെ ആയിട്ട് അടിപൊളിയാണ്. വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ആൾക്കാർ ഇതേപോലെ കണ്ടിട്ടാണ് നോക്കിയത്. അവിടെ വണ്ടികളൊക്കെ കാണാം. രക്ഷയില്ലാത്ത സ്ഥലം എന്തായാലും. എന്തോ ഫാം സെറ്റപ്പ് തന്നെയാണ്. ഹായ്, അപ്പോൾ ഞങ്ങളിവിടെ കുറുവാദ്വീപ് തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ പോരാൻ നേരത്ത് ഇവിടെ എന്തോ ഒരു ഫാം പോലത്തെ സെറ്റപ്പ് കണ്ടപ്പോൾ നിർത്തിയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പോയോ കേട്ടോ. കുതിര ഫാമാണെന്നാണ് പറഞ്ഞത്. സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. ഇതിലെ ലൂബി കാറിലാട്ടോ, അവളെ ഇറക്കിയില്ല. കാരണം കുതിരയൊക്കെ ആയതുകൊണ്ട് ഇനി പ്രൈവറ്റ് ഫാമും കൂടിയല്ല, നമുക്ക് അങ്ങനെ ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ കാറിൽ തന്നെയാണുള്ളത്. പണി നടക്കുന്നില്ല കേട്ടോ, ഫുള്ള് സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ അമ്മ രസമല്ല ഇങ്ങനെ കാണാൻ. നമ്മൾ ആൾക്കാരൊക്കെ നിർത്തി കണ്ടിട്ട് ഇനി വെറുതെ അങ്ങ് പോകല്ലേ, കണ്ടിട്ട് പോകും. എന്തായാലും വന്നല്ലേ. എന്താണോ ശരി, ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇതിൽ കാണുന്നു. അടിപൊളി സ്ഥലമാണ്. ഇത് സെറ്റായി കഴിഞ്ഞു. ഇതിലൊക്കെ എല്ലാം ചെളിയല്ലടാ. അപ്പോൾ ഭയങ്കര ലൈനിലുണ്ട് കേട്ടോ സംഭവം. പക്ഷെ ഇതൊക്കെ ഭയങ്കര ക്ഷീണിച്ചായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അടിപൊളിയല്ലേ സ്പോട്ട്. ഇത് ടിക്കറ്റ് വെച്ചിട്ട് മറ്റേ ആവും പുറത്ത് ഇതിലാളുണ്ടാവില്ലേ? അതെ, അജീവനോടാ. ഇത് നല്ല സൈസ് ഉണ്ടല്ലോ. എല്ലാം അതിൻ്റെ കാട് പൊട്ടിയിടാം. നാളെ ക്ഷീണിച്ചാണ് എത്തിയില്ല. റെഡ് കണ്ടിട്ട് അതിന് കലിപ്പായിട്ടുണ്ടാവും. ഞാൻ കറക്റ്റ് റെഡ് കളറൊക്കെ. അടാ ചെറിയ കുട്ടിയാണല്ലോ. ചെറിയൊരു കുട്ടി കേട്ടോ. ഇതാ ചെറിയ കുട്ടിയല്ല, ഇതാ എന്നാടാ. നമ്മളെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മള്. കുള്ളൻ എന്നാണ് അത്. അതിന് നല്ല പ്രായമുള്ളടാ കുട്ടിയല്ലേ. നമ്മളെ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ കാണിച്ചിട്ടുണ്ട്. അതെ,
അപമാനിച്ചു കഴിഞ്ഞ് നിർത്തിക്കൂടെ? കരയുന്നതാ. അതിന് നല്ല പ്രായണ്ടാ, അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായി. സംഭവം സ്ഥലം അടിപൊളിയല്ലേ? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു മയിലിനെ, മറ്റേ പെൺമയിലാന്ന് വിചാരിച്ചു. പിന്നെയാണ് ആ സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ഇങ്ങോട്ടുണ്ടോടാ? ഇങ്ങോട്ടുണ്ടോ? ഇല്ല, അപ്പുറത്തുണ്ടോ? അപ്പോൾ കഴിഞ്ഞിട്ടോ, ഇത്രയാണുള്ളത്. ഇത് സംഭവം മൊത്തത്തിൽ ഒരു സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. ഇത് റൈഡിങ്, എടാ റൈഡിങ്ങിൻ്റെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ മൊത്തം. അപ്പോൾ കഴിഞ്ഞിട്ടോ, ഞങ്ങൾ നല്ല അടുത്ത സ്പോട്ട് പിടിക്കട്ടെ. വന്ന പരിപാടിയൊക്കെ പാളി, എന്നാലും ഇങ്ങനെ ഓരോന്നോരോന്ന് കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ അത് ചെറുതല്ലെന്നാ പറഞ്ഞേ. ഇതിലൊക്കെ വന്നാൽ അടിപൊളി കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വയനാടൊക്കെ വരുന്ന ആൾക്കാർ, വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഇറങ്ങിയ അടിപൊളി റൂട്ടാണ് കേട്ടോ. നമ്മളെ കുറുവാദ്വീപൊക്കെ, കുറുവാദ്വീപ് ഉള്ളിൽ കയറണമെന്നില്ല, അല്ലാതെ തന്നെ കണ്ടമാനം റോഡുണ്ട് അതിൻ്റെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ ആയിട്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അടിപൊളിയാണ്. അജോ ബാ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നല്ല വിടുക കേട്ടോ. ഇത് സാധനങ്ങൾ മൊത്തം ഇവിടെ ഇറക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ ഗേറ്റിനുള്ള സംഭവവും പിന്നെ കവുങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ മൊത്തത്തിൽ കെട്ടാനുള്ള പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു. ഇൻഡസ്ട്രിയിൽ വർക്കുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇറക്കി വെച്ചിട്ടുള്ളൂ. എല്ലാം സെറ്റായി വരുന്നു. സെറ്റായിട്ട് നമുക്കൊരു ദിവസം വരാം അല്ലേ? എന്തായാലും കുറച്ച് കഴിയുണ്ടാവും. ട്യൂബിനൊന്ന് പുറത്തിറക്കണം, ജസ്റ്റ് വെള്ളം കൊടുക്കണം. അവൾക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇത് രണ്ടാൾ പൊട്ടിച്ചാട്ടോ. ഇത് ഈ വട്ടം പൊട്ടിച്ചാണ്. ഇത് ആദ്യം നമ്മൾ മുത്തങ്ങ വഴി പോയപ്പോൾ ഒരു കോരങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വലിച്ചതാണ്. അവളെ തല കുടുങ്ങിയിട്ട് പൊട്ടി. ഇത് ഇപ്പോൾ അത് മൊത്തത്തിൽ മാറ്റാനായി. വെള്ളം കൊടുക്കട്ടെ. വെള്ളം കുടിക്കൊന്നുമില്ല. ശരി, കുറച്ച് കാഴ്ച ഇരിക്കാനുള്ള സംഭവമൊക്കെ തെറ്റിട്ടാണ്. നമ്മളപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ പോകുന്നത് നമ്മൾ ചേകാടി എത്തിയിട്ടുണ്ട്. ഇത് മെയിനായിട്ടുള്ള സ്പോട്ട് കേട്ടോ, ചേകാടി വയൽ. ഇതൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റ് കിട്ടും കേട്ടോ. അവിടെയൊക്കെ സ്ഥിരം ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടും. ആരെങ്കിലും ഈ റൂട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് നോക്കാം, അടിപൊളിയാണ്. വൈകുന്നേരമൊക്കെ വന്നാലാണ് കുറച്ചുകൂടെ അടിപൊളി. നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും. ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ നിർത്തിയൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാന്നുള്ള രീതിയിലാണ് ഇതിൽ വന്നത്. എന്താ അറിയില്ല, ഈ പച്ചപ്പ് കാണുമ്പോൾ നിർത്തിപ്പോകും. ഏതാ രസം എന്നറിയോ, അടിപൊളിയാ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ലൈറ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. സന്തോഷം കൊണ്ട് കാണിച്ചിരുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ അജയ്, ഞങ്ങളെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? അതല്ല, അതാണ് ഹൈലൈറ്റ് ചെയ്യണ്ടേ. സംഭവം നമുക്ക് ഇവിടുന്ന് പോവാൻ തന്നെ തോന്നില്ല കേട്ടോ. എമ്മാതിരി ക്ലൈമറ്റ് അറിയോ. ചെക്കന്മാരാണെങ്കിൽ ഫോട്ടോ എടുത്ത് നിർത്തുന്നില്ല. നിറച്ച ആൾക്കാരായി കേട്ടോ. അവിടെയൊക്കെ നല്ല ആൾക്കാരാണ്.
റൂബി ഫുള്ള് ഷോയാ. ഞങ്ങളപ്പോ അവിടുന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. അവിടുന്ന് പോകുന്ന ഇവിടെ ഒരു ചായക്കട ഉണ്ട്. അവിടെ കൂടെ കയറി ചായ കുടിച്ചിട്ട് മെല്ലെ റിട്ടേൺ അടിക്കണം. അടിപൊളി സ്ഥലം കേട്ടോ. ഇതിലേക്ക് റൈഡ് പോകാനാണ് ഒരു രക്ഷയില്ല. ഇതാണ് നമ്മളെ ചായക്ക്. ആ ഫ്രണ്ടിൽ കാണിക്കണം പുല്ലും കൊണ്ട് മേലെ. ഇതാണ് നമ്മുടെ ചായക്കട വന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ ചായ കുടിച്ചിട്ടില്ല. റൂബി അതിൻ്റെ ഉള്ളിലാട്ടോ. റൂബി അതിലാണല്ലേ. അവളെ ഇറക്കിയിട്ടില്ല. ഞങ്ങളിപ്പോൾ സുജോട്ടൻ്റെ ചായക്കടയിലാണ്. അവിടെ ഫോട്ടോ എടുക്കുന്ന ആളാണ് സുജോട്ടൻ. കാപ്പി മതി, എനിക്ക് കാപ്പി മതി. ചേട്ടാ പിന്നെ ഞാൻ പോകാം. എന്നാലേ അവളെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഹായ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പോയ സ്ഥലമൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അടിപൊളി, അല്ലാതെ അടിപൊളിയാണ്. നല്ല ടൈമിലാണ് ഞങ്ങൾ പോയത്. കറക്റ്റ് വൈകുന്നേരം ആയതുകൊണ്ട് സൺസെറ്റൊക്കെ കാണാനൊക്കെ പറ്റി. കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ചായ കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ അതൊന്നും വീഡിയോയിൽ പിടിക്കാത്ത ലൈറ്റ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അതവനെ വീഡിയോ പിടിക്കാത്ത. പിന്നെ ചായക്കട സംഭവം റിവ്യൂ കേട്ടിട്ട് പോയതാണെങ്കിലും വലിയ രസമൊന്നുമില്ല. ഒന്നാതെ പാൽച്ചായ ഒന്നുമില്ല, അത് കട്ടന കുടിച്ചേ. കടി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പഴംപൊരി ആയിരുന്നു, അത് വലിയ പോരാ. ഇനി ബാക്കിയൊക്കെ എന്താ സ്ഥിതിന്ന് അറിയില്ല. കുഴപ്പമൊന്നുമില്ല എന്തായാലും. അപ്പം എന്തായാലും ആരെങ്കിലും ഈ റൂട്ടിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറുവാദ്വീപ് വഴിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി റൂട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ വലിയ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ലീവ് കിട്ടുന്നില്ല. അപ്പോൾ അടുപ്പിച്ച് കുറേ പനിയൊക്കെ ആയതുകൊണ്ട് ലീവ് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ആണ് കിട്ടുക. അപ്പോൾ അന്ന് ഇങ്ങനെ അടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് പോകാൻ പറ്റുക. എന്നാലും നമ്മൾ വേറെ വീഡിയോസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.